ഡിയർ സ്റ്റുഡൻസ്, EDP-യിലെ തേർഡ് മൊഡ്യൂൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. അതിൽ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് പ്രൊജക്റ്റ് എന്നുള്ളതാണ്. പ്രൊജക്റ്റ് സിംപ്ലി മീൻസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോയിറ്റഡ് for profit. It is an idea or plan which is intended to be carried out or a finite task to be completed. അപ്പം പ്രൊജക്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് അത് എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ്. അതായത് നമുക്ക് ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന് അല്ലെങ്കിൽ ഒരു ഐഡിയ ഒക്കെ പ്രിപ്പയർ ചെയ്യപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പ്രൊജക്റ്റ് ഈസ് അണ്ടർടേക്കൺ ടു അച്ചീവ് എ പേർപ്പസ്. പ്രൊജക്റ്റ് അണ്ടർടേക്കൺ ചെയ്യുന്നത് ഒരു പേർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഫോളോയിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, എ പ്രൊജക്റ്റ് ഇൻവോൾവ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മണി ആൻഡ് മണീസ് വർത്ത്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല, എന്താണ്, മണി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് എ പ്രൊജക്റ്റ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതും പ്രൊജക്റ്റിൻ്റെ മറ്റൊരു പോസിറ്റീവ് മൊമെൻ്റാണ്. ദെൻ മറ്റൊന്ന്, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഓർ സർവീസസിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലേ? പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് അണ്ടർടേക്കൺ ചെയ്യുകയാണ്, അപ്പോൾ അതിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. Then another one is that every project has risk and uncertainty associated with it. പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ റിസ്ക് പോസിബിളാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, റിസ്ക് പോസിബിളാണ്. സോ ദ പ്രൊജക്റ്റ്, എവറി പ്രൊജക്റ്റിനും റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിലിറ്റി ഓഫ് ലോസ്. സോ ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദി പ്രൊജക്റ്റ്. ദെൻ മറ്റൊന്ന്, ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതെ, പ്രൊജക്റ്റിന് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്കും ഒരു ഫിക്സ്ഡ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. എന്ത്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക, സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനെ ഒരു ഫിക്സ്ഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ലോട്ട് ഓഫ് ചേഞ്ചസ്. പ്രൊജക്റ്റിൽ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്? ചേഞ്ചസ്, സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊജക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രോഫിറ്റ്, അതേപോലെ തന്നെ ചേഞ്ചസും വേരി ചെയ്യുന്നു. ദെൻ അനദർ വൺ, ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ബിഗിനിങ് ആൻഡ് ആൻ എൻഡ്. പ്രൊജക്റ്റിന് ഒരു ബിഗിനിങ് ഉണ്ട്. ബിഗിനിങ് എന്നുള്ളതിന് നല്ലൊരു തുടക്കമാണ്. കാരണം ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് പ്രൊജക്റ്റ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതൊക്കെ ബിഗിനിങ് സ്റ്റേജിൽ നോക്കിയും അതുപോലെ തന്നെ അതിനൊരു എൻഡിങ് സ്റ്റേജുമുണ്ട്. ദെൻ ഇറ്റ് ഹാസ് എ ലൈഫ് സൈക്കിൾ റിഫ്ലക്റ്റഡ് ബൈ ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്കേ. അപ്പോൾ ഇതെന്താണ്? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഗ്രോത്ത് ഉണ്ടായിരിക്കും, മെച്യൂരിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിക്കേയും വരും, ഡിക്ലൈൻ സ്റ്റേജിലേക്ക് എത്തും. ദെൻ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേരിയസ് എലമെൻറ്റ്സ് സച്ച് ആസ് ടെക്നോളജി, എക്യുപ്മെൻറ്റ്, മെറ്റീരിയൽസ്, മെഷീനറി ആൻഡ് പീപ്പിൾ. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, എന്താണ്, എല്ലാ കോമ്പിനേഷൻസും. ഇപ്പോൾ ഒന്ന് ആയതുകൊണ്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവില്ല. മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ, എക്യുപ്മെൻ്റ് ഉള്ളൂ, പക്ഷേ പീപ്പിൾ നിർബന്ധമാണ്. അങ്ങനെ മെഷീനറി വേണം, പീപ്പിൾ വേണം, ടെക്നോളജി വേണം, അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ പ്രോജക്റ്റിലൂടെ അണ്ടർടേക്കൺ ചെയ്യുന്നത്. ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്ട്സ് ആണ്. പ്രൊജക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനെ പലതരത്തിലായിട്ട് പ്രൊജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിഫയബിൾ ആൻഡ് നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ്, സെക്ടറൽ പ്രൊജക്റ്റ്, ടെക്നോഇക്കണോമിക് പ്രൊജക്റ്റ്, ഇങ്ങനെ അതിൻ്റെ നേച്ചറിനനുസരിച്ച് അക്കോർഡിംഗ് ടു നേച്ചർ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ക്വാണ്ടിഫയബിൾ ആൻഡ് നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ്. ക്വാണ്ടിഫയബിൾ ആൻഡ് നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് എന്നുള്ളതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റ്, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അസസ്മെൻറ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അതിപ്പം പ്രൊജക്റ്റുകൾ നമുക്കിപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ്, പവർ ജനറേഷന്, മിനറൽ ഡെവലപ്മെൻറ്റ്, ഇത്തരം പ്രൊജക്റ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വാണ്ടിഫയബിൾ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദീസ് ആർ ദോസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ്
അസസ്മെൻറ്റ് ഓഫ് ബെനിഫിറ്റ്സ് ക്യാൻ ബി മെയ്ഡ്. ഇതിൻ്റെ ബെനിഫിറ്റുകൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിൽ ഇൻ നമ്പർ ടേംസിൽ എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദോസ് ഇൻ വിച്ച് ദ ബെനിഫിറ്റ് കനോട്ട് ബി മെഷേർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റാത്ത പ്രൊജക്റ്റുകളാണ്. അപ്പോൾ അതെന്തില്ല, മോണിറ്ററി ടേംസിലല്ല, നമ്പേഴ്സിലല്ല, അല്ലാത്ത ടൈപ്പിനെയാണ് നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റ് ഇൻവോൾവിങ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഡിഫൻസ് ഫാൾ അണ്ടർ ദീസ് കാറ്റഗറീസ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സർവീസ് പോലത്തെ, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഡിഫൻസ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അത്തരം പ്രൊജക്റ്റുകളാണ് ഒരു നോൺ ക്വാണ്ടിഫയബിൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്ടറൽ പ്രൊജക്റ്റ്. സെക്ടറൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു പ്ലാനിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യ എ പ്രൊജക്റ്റ് മേ ബി ഫോൾ ഇൻ ദി ഫോളോയിങ് സെക്ടേഴ്സ്. സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രൊജക്റ്റുകളെയാണ് സെക്ടറൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ, അതൊരു സെക്ടറാണ്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു വിഭാഗം. അതുപോലെ ഇറിഗേഷൻ ആൻഡ് പവർ സെക്ടർ, അതൊരു വേറെ വിഭാഗം. സെലേനിയസ് സെക്ടർ, മിസലേനിയസ് സെക്ടർ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടർ, ഇൻഡസ്ട്രി ആൻഡ് മൈനിങ് സെക്ടർ, ഇത്തരം ഇതിനാണ് എന്ത് പറയുന്നത്, സെക്ടറൽ പ്രൊജക്റ്റ്. ഓരോ സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുകയും അത് ഓരോ പ്രൊജക്റ്റുകളാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ദെൻ അനദർ വൺ ഈസ് ദ ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റ്. പ്രൊജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 കാറ്റഗറി ആയിട്ടാണ്. ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫാക്ടർ ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ. ഈ ടെക്നോ എക്കണോമിക്കിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഫാക്ടർ ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ, മറ്റൊന്ന് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ചെയ്യുക, ദെൻ മറ്റൊന്ന് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ ടെക്നോളജിക്കലി അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഫാക്ടർ ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷനാണ്. ഈ ഫാക്ടർ ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആൻഡ് ഓർ ലേബർ ഇൻറ്റൻസീവ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആൻഡ് ലേബർ ഇൻറ്റൻസീവ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി. നല്ലൊരു എമൗണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലാണ്. നമുക്കറിയാം പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഇതൊക്കെ എന്താണ്, ക്യാപിറ്റലാണ്, അസറ്റ്സുകളാണ്. അതിനെ നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്നാണ്. ദെൻ മറ്റൊന്ന് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെയ്ഡ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സിലാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നു ലേബർ ഇൻറ്റൻസീവ് എന്ന്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, അതാണ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ അണ്ടർ ദി ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ കാഷ്വേഷൻ ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ. ഇത് പ്രകാരം ക്ലാസിഫൈ ചെയ്യുന്നത് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഡിമാൻഡ് ബേസ്ഡ് ഓർ റോ മെറ്റീരിയൽ ബേസ്ഡ് പ്രൊജക്റ്റ്. ഇതിൽ പറയുന്നത് നമുക്ക് എന്താണോ, കമ്പനിക്ക് എന്താണോ ഡിമാൻഡ് ഉള്ളത്, എന്തെങ്കിലും റോ മെറ്റീരിയൽ ബേസ്ഡ് പ്രൊജക്റ്റിനെയാണ് ഇങ്ങനെ കാഷ്വേഷൻ ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇഫ് എ പ്രൊജക്റ്റ് ഈസ് സ്റ്റാർട്ടഡ് ബൈ ആൻ എൻ്റർപ്രണർ ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് കൺസീക്വൻറ്റ് ഡിമാൻഡ് ഫോർ സച്ച് ഗുഡ്സ് ഓർ സർവീസസ്, ദ പ്രൊജക്റ്റ് ഈസ് സെഡ് ടു ബി ബേസ്ഡ് ഓൺ ഡിമാൻഡ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ദി ഡിമാൻഡ് ഓഫ് റോ മെറ്റീരിയൽസാണ്. ഡിമാൻഡ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നോൺ അവൈലബിലിറ്റി ഒക്കെ വരികയാണ്, ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ ലഭ്യമല്ലാത്ത സിറ്റുവേഷൻ വരുമ്പം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് കാഷ്വേഷൻ ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ. മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓൺ ദി ബേസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തത്, അതായത് സൈസിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത് ലാർജ് സ്കെയിൽ, മീഡിയം സ്കെയിൽ ആൻഡ് ദി സ്മോൾ സ്കെയിൽ. ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സ്മോൾ സ്കെയിൽ. മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് സൈസ് ആണ്, അതായത് ലാർജ് സ്കെയിൽ, മീഡിയം സ്കെയിൽ ആൻഡ് ദി സ്മോൾ സ്കെയിൽ. ഓക്കെ. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫിക്കേഷൻ.
അപ്പോൾ നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലും പ്രൊജക്റ്റ് എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത് on the basis of age and experience and the purpose for which the project is being taken up. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ ചെയ്യുന്നത് എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ ഏജ് അതിൻ്റെ ബേസിലുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ്, ന്യൂ പ്രൊജക്റ്റ്, എക്സ്പാൻഷൻ പ്രൊജക്റ്റ്, മോഡേണൈസേഷൻ പ്രൊജക്റ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊജക്റ്റ്, സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ്, വെൽഫെയർ. രണ്ട് കാറ്റഗറി ആയിട്ടാണ്, ഒന്ന് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റും മറ്റൊന്ന് സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റുമാണ്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റിൽ വരുന്നത് ന്യൂ പ്രൊജക്റ്റ്, പുതിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. മറ്റൊന്ന് എക്സ്പാൻഷൻ പ്രൊജക്റ്റ്, ഉള്ളതന്നെ എന്ത് ചെയ്യുക, ഒന്നുകൂടി വൈഡാക്കുക. ദെൻ അനദർ വൺ മോഡേണൈസേഷൻ പ്രൊജക്റ്റ്, ഒന്നുകൂടി ടെക്നോളജിക്കലി അപ്ഗ്രേഡ് ചെയ്തിട്ട് പുതിയ സിസ്റ്റമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മോഡേണൈസേഷൻ നടത്തുക. ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കമ്പനിക്ക് പുറമെ വേറൊരു ഏരിയയിലും കൂടി എന്ത് ചെയ്യുക, വേറൊരു പ്രൊഡക്റ്റും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ദെൻ സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ വെൽഫെയർ പ്രൊജക്റ്റും സർവീസ് പ്രൊജക്റ്റ്, ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്, ഇതൊക്കെ എന്താണ്, സർവീസ് ഓറിയൻറ്റഡ് പ്രൊജക്റ്റുകളാണ്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു അർജൻസി ഓഫ് ദി എക്സിക്യൂഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മൂന്ന് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോർമൽ പ്രൊജക്റ്റ്, സെക്കൻഡ് വൺ അഡീഷണൽ ക്യാപിറ്റൽ കോസ്റ്റ്, ദെൻ തേർഡ് വൺ ഡിസാസ്റ്റർ പ്രൊജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് നോർമൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ആഡിക്വേറ്റ് ടൈം ഈസ് അലൗഡ് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷന്. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡിക്വേറ്റ് ടൈം അലൗ ചെയ്ത് നോർമൽ തരത്തിലുള്ള ഒരു മിനിമം ക്യാപിറ്റൽ കോസ്റ്റൊക്കെ ഉള്ള തരത്തിലുള്ള പ്രൊജക്റ്റിനെയാണ് നോർമൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ കോസ്റ്റ് ആർ ഇൻക്ലൂഡ് ടു സേവ് ടൈം. ഇറ്റ് ഈസ് നോർമലി അച്ചീവ്ഡ് ഇൻ ദി പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ വെർ ടൈം ഈസ് ബ്രോട്ട് ഡൗൺ ഫ്രം ദി വെൻഡേഴ്സ് ആൻഡ് കൺസ്ട്രക്ടേഴ്സ് ബൈ എക്സ്ട്രാ മണി ടു ദം. ഇത്തരം അഡീഷണൽ ക്യാപിറ്റൽ കോസ്റ്റ് വരുന്ന സിറ്റുവേഷനുമാണ് ഇതിൽ. മറ്റൊന്ന് ഡിസാസ്റ്റർ പ്രൊജക്റ്റ്. വെൻഡേഴ്സ് ഹു ക്യാൻ സപ്ലൈ വിത്ത് എ വെരി ഷോർട്ട് ടൈം ആർ സെലക്റ്റഡ് റെസ്പെക്റ്റീവ് ഓഫ് ദി കോസ്റ്റ്. വെൻഡേഴ്സിന് നാച്ചുറലി ക്യാപിറ്റൽ കോസ്റ്റ് വിൽ ഗോ അപ്പ് വെരി ഹൈ ബട്ട് പ്രൊജക്റ്റ് ടൈം വിൽ ഗെറ്റ് മച്ച് റെഡ്യൂസ്ഡ്. സോ ക്യാപിറ്റൽ കോസ്റ്റ് എന്ത് ചെയ്യും, വെരി ഹൈ ആയിരിക്കും, ബട്ട് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, എന്താണ് പ്രൊജക്റ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ്, ക്ലാസിഫിക്കേഷൻ ക്വാണ്ടിഫയബിൾ ആൻഡ് നോൺ ക്വാണ്ടിഫയബിൾ, സെക്ടറൽ പ്രൊജക്റ്റ്, എക്കണോമിക് പ്രൊജക്റ്റ്, ക്യാഷ്, ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസിഫിക്കേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ അക്കോർഡിംഗ് ടു ദി അർജൻസി ഓഫ് ദി എക്സിക്യൂഷൻ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രൊജക്റ്റിന് ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്, ഒരു പ്രോസസ്സിലൂടെയാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ദ പ്രൊജക്റ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ടു അച്ചീവ് എ മിഷൻ ആൻഡ് ഈസ് സെറ്റ് ടു ബി കംപ്ലീറ്റഡ് വെൻ ദ മിഷൻ ഈസ് അച്ചീവ്ഡ്. ഏതൊരു സ്ഥാപനത്തിനും പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മിഷൻ ഉണ്ടായിരിക്കും, വിഷൻ ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ്സൊക്കെ ഉണ്ടായിരിക്കും. സോ ദ പ്രൊജക്റ്റ് ലൈവ്സ് ബിറ്റ്വീൻ ദീസ് ടു കട്ട് ഓഫ് പീരീഡ് ആൻഡ് ദിസ് ഇൻ്റർമീഡിയറ്റ് ടൈം ഈസ് കോൾഡ് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ. അങ്ങനെ പ്രൊജക്റ്റ് ഒരു പീരീഡ് ഓഫ് ടൈം വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ഫേസിനെ പറയുന്ന പേരാണ് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന 3 സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫേസ്, ദെൻ കൺസ്ട്രക്ഷൻ ഫേസ്, ദെൻ നോർമലൈസേഷൻ ഫേസ്. 3 ഫേസായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലെ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ ഉണ്ടാകുന്നത്. ദെൻ അതിൽ ഫസ്റ്റ് വൺ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്. ഈ ഫേസ് പ്രകാരം ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഇവാലുവേഷൻ ഓഫ് ഇമ്പ്യൂട്ടഡ് ക്യാരക്ടറിസ്റ്റിക്സ്, സെലക്ഷൻ ഓഫ് സ്ട്രാറ്റജി, പ്രൊജക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പ്രൊഫൈല്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ആൻഡ് ഫൈനലി പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ. അപ്പോൾ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് പ്രകാരം ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, അത് ഫോർമുലേറ്റ് ചെയ്യുക, ഡിമാൻഡ്, ആ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക, ഒരു അസസ് ചെയ്യുക. ദെൻ അതിന് ഏതൊക്കെ സ്ട്രാറ്റജികളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൊഫൈല്, ഫണ്ട് എത്രത്തോളം ഇതിന് വേണം എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യുക. ദെൻ കോസ്റ്റ് എത്രത്തോളം കോസ്റ്റ് വരും, എത്ര ബെനിഫിറ്റാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെയാണ് പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്.
ദെൻ അടുത്തത് കൺസ്ട്രക്ഷൻ ഫേസ് ആണ്. ഈ കൺസ്ട്രക്ഷൻ ഫേസിൽ പറയുന്നത് ദിസ് സ്റ്റേജ് കൺസ്യൂം മാക്സിമം എക്സ്പെൻഡിച്ചർ. Construction phase consists of developing the infrastructure for the project. The capital requirement include cost on land, building, civil work, machinery equipment, ancillaries, etc. കൺസ്ട്രക്ഷൻ ഫേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിനൊരു ബിൽഡിംഗ് സ്ട്രക്ചർ വേണം, അതുപോലെ തന്നെ ലാൻഡ് വേണം, മെഷീനറി എക്യുപ്മെൻറ്റ് വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആ പ്രൊജക്റ്റ് തുടങ്ങുക എന്നുള്ളതാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലാൻഡ്, അതിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്, അവിടെ കണ്ടക്ട് ചെയ്യേണ്ട സിവിൽ വർക്ക്സുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, ആ ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് റെഡിയാക്കുന്ന ഫേസാണ് കൺസ്ട്രക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ദെൻ നോർമലൈസേഷൻ ഫേസ്. നോർമലൈസേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്റ്റേജ് ഈസ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ വിച്ച് ദ പ്രൊജക്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നോർമലൈസേഷൻ ഫേസ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും കൺസ്ട്രക്ഷൻ്റെ അതിന് വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പും കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാണ്, നോർമൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഗുഡ്സോ സർവീസോ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദ എക്സ്പെൻഡിച്ചർ ഹാസ് ടു ബി ഇൻക്ലൂഡ് ഓൺ റോ മെറ്റീരിയൽ, ഫ്യൂവൽ, യൂട്ടിലിറ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻ മെയിൻ്റനൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. കാരണം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫ്യൂവൽസ് എത്ര, റോ മെറ്റീരിയൽസ് എത്രയാണ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓപ്പറേഷൻ മെയിൻ്റനൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ 3 സ്റ്റേജായിട്ടാണ് ഉണ്ടാകുന്നത് പ്രൊജക്റ്റ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്, കൺസ്ട്രക്ഷൻ ഫേസ്, നോർമലൈസേഷൻ ഫേസ്.